welcome back. It's me Rav here. RGTECHMEDIA YouTube channel. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ടെക്കിലെ ഷെഫീഖായിട്ടാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് ഷെഫീഖായിട്ട് 5 ഗെയിമിംഗ് ക്യാബിനാണ് അൺബോക്സ് തന്നിട്ടുള്ളത്. അതിൽ 2 ആൻടെക്കിൻ്റെ ഗെയിമിംഗ് ക്യാബിനും അതേപോലെ 3 ഫോക്സിൻ്റെ ഗെയിമിംഗ് ക്യാബിനും നമുക്ക് അൺബോക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും ടൈം കളയാതെ നമുക്ക് നേരെ ഓരോ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന 2 ആൻടെക്കിൻ്റെ ഗെയിമിംഗ് ക്യാബിനാണ് ഫസ്റ്റ്. ഇനിയിപ്പം 3 ഫോക്സിൻ്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആൻടെക്കിൻ്റെ GX202 അതുപോലെ NX200ൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആൻടെക്കിൻ്റെ NX200 ആണ്. ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആദ്യം ആൻടെക്കിൻ്റെ NX200 ആണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഫ്രഷ് പാക്കിംഗ് ആണ്, ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് അൺബോക്സിംഗ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ആൻടെക്കിൻ്റെ NX200ലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ പൊട്ടിച്ച് കട്ട് ചെയ്യുക. ഗൈസ്, നമ്മളങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് അമ്മ ടൈറ്റ് പാക്കിംഗ് ആണ്. എൻ്റെ മൂന്ന് വിഷയം ക്യാബിനറ്റ് ഗൈസ്, വേണ്ട, നല്ല അൺബോക്സിംഗ് ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ക്യാബിനറ്റ് വയ്ക്കാം. ഓക്കെ, ഒരു സൈഡ് തെർമാക്കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ആൻടെക്കിൻ്റെ NX200 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ്. ഒരു RGB സ്ട്രിപ്പ് ഫ്രണ്ട്ലി വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൂപ്പർ ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ് ഇത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ ആൻടെക്കിൻ്റെ NX200 പവർ കൊടുത്തതിന് ശേഷമുള്ള വീഡിയോ. ഇത് കണ്ട ഗൈസ്, ഇവിടെ ഫ്രണ്ടിൽ നമുക്കൊരു അടിപൊളി കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. കണ്ടോ, പല പല കസ്റ്റമുള്ള ഒരു LED സ്ട്രിപ്പ് വരുന്ന ഒരു ഗെയിമിംഗ് ക്യാബിനറ്റ് ആണ് ഇത്. അടിപൊളി ലുക്കാണ് ഗൈസ്. ഇവിടെ നിന്ന് ലൈറ്റ് നേരെ അകത്തോട്ട് അടിച്ച് കയറി നല്ല അടിപൊളി ലുക്കുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആൻടെക്കിൻ്റെ ഇൻസൈഡ് വ്യൂ. നമുക്കിവിടെ ഒരു SMBസിന് വേണ്ടി പ്രത്യേക ഒരു ട്രേ വന്നിട്ടുണ്ട്. പിന്നെ കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടി ബാക്കിൽ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ SSD വയ്ക്കാനുള്ള സ്ലോട്ടാണ്. ഫ്രണ്ടിൽ നമുക്കൊരു ARGBയുടെ ഒരു LED സ്ട്രിപ്പ് വരുന്നുണ്ട്. അത് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഫുൾ കളർ മാറ്റാൻ പറ്റുന്ന ഒരു കസ്റ്റമൈസബിൾ ARGB സ്ട്രിപ്പാണ് വരുന്നത്. സ്കിനും SMBസിനും വേണ്ടി ഒരു പ്രത്യേക ഒരു ബോക്സ് വന്നിട്ടുണ്ട്. അത് രണ്ടും കാണാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വയ്ക്കുന്നത്. പിന്നെ നമുക്കിവിടെ ബാക്കിൽ നമുക്കൊരു 120 mm ഒരു നോർമൽ ഫാൻ വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പാനൽ വരുന്നത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അക്രിലിക് പാനൽ സൈഡ് പാനലാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ കേസിൻ്റെ മുകളിൽ പക്ഷേ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഫാൻ വയ്ക്കാനുള്ള ഹെഡറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് മെഷീൻ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു USB 3.8, 2 USB 2.8, പിന്നെ നമുക്ക് കസ്റ്റമൈസ് LED ഒരു ബട്ടണും ഹാർഡ് ഡിസ്ക് പവർ LED അവിടെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പവർ ബട്ടണും ഹെഡ്സെറ്റിൻ്റെയും മൈക്കിൻ്റെയും ഒരു പോർട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും ഇല്ല ഗൈസ്. ബാക്കി നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു കേസാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വന്നിട്ടുള്ള ഫുള്ളി പൗഡർ കോട്ടഡ് സ്റ്റീൽ ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ABS പ്ലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ക്യാബിനറ്റ് നമുക്ക് ആമസോണിൽ വരുന്നത് 3200 രൂപയാണ്. അതുപോലെ നമ്മളെ സ്മാർട്ട് ടെക്കിലെ വില എന്ന് പറയുമ്പോൾ 2600 രൂപയ്ക്ക് നമുക്ക് സ്മാർട്ട് ടെക്കിൽ ഷെഫീഖാൻ്റെ കടയിൽ കിട്ടുന്നതാണ്. അപ്പം കേസിൻ്റെ കൂടെ തന്നെ ബാക്കി സ്ക്രൂവും ഹോൾഡേഴ്സും ബാക്കി അക്സസറീസും ഇതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ആൻടെക്കിൻ്റെ NX200ൻ്റെ റിവ്യൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആൻടെക്കിൻ്റെ GX202 ബ്ലൂ എഡിഷനാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ അൺബോക്സിങ്ങിന് കിടക്കാം. നേരത്തെ വെച്ച് അതേ കിച്ചണൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. ഇതും നേരത്തെ പറഞ്ഞിട്ട് നല്ലൊരു പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആൻടെക്കിൻ്റെ GX202 ക്യാബിനറ്റ്. അപ്പം നേരെ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആൻടെക്കിൻ്റെ GX202. ഫസ്റ്റ് തന്നെ പറയാൻ ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. ഈ 2 ബ്ലൂ കളറിൻ്റെ 120 mm ഫാനും അതുപോലെ തന്നെ ഈ ഹണി കോംബ് മെഷൊക്കെ നമുക്കൊരു അട്രാക്റ്റീവ്, ഒരു അഗ്രസീവ് ലുക്കാണ് തരുന്നത്. ഇപ്പോൾ സൈഡിലെ ടെമ്പർ ഗ്ലാസും പിന്നെ ഒരു നമുക്കൊരു
ഒരു ലൈറ്റിംഗ് ഉള്ള ഫാൻ ബാക്ക് വെച്ചിട്ട് അടിപൊളി ലുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിമിംഗ് ക്യാബിനറ്റാണ് ഇത് ഗൈസ്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ സ്പെസിഫിക്കേഷൻ പറയുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ക്യാബിനറ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ കണ്ട കേസ് പോലെ തന്നെ ഇതിനും അടിയിലാണ് SMBs വരുന്നത്. പക്ഷേ SMBsന് വേണ്ടി പ്രത്യേക ഒരു കവറിംഗ് ഇല്ല. അതുപോലെ തന്നെ സൈഡിൽ ഒരു ടെമ്പേർഡ് ഗ്ലാസ് അക്രിലിക് പാനലാണ് വരുന്നത്. അതും ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ നമുക്കിവിടെ നേരത്തെ നമുക്ക് വന്നുകൊണ്ടിരുന്നത് ഈ സൈഡ് മൗണ്ടിങ് സ്ക്രൂ അത് പ്ലാസ്റ്റിക് ആയിരുന്നു. നല്ല സ്റ്റീൽ ക്വാളിറ്റി, നല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. സ്റ്റീലാണെന്ന് അറിയില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പിന്നെ വരുന്നത് നമുക്ക് 80X ബോർഡ് വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു മദർ ബോർഡ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സ്ലോട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതും കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടി ബാക്കിൽ സ്ഥലമുണ്ട്. ഹാർഡ് ഡിസ്ക് വയ്ക്കാൻ വേണ്ടിയും SSD വയ്ക്കാൻ വേണ്ടി ഇവിടെ 2-3 മൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി ഷോയ്ക്ക് വേണമെങ്കിൽ SSD ഇവിടെ ഫ്രണ്ടിൽ വയ്ക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ ഹാർഡ് ഡിസ്ക്കും വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ നല്ല 120mm RGB ഫാൻ വരുന്നുണ്ട്. ബാക്ക് താഴെയും വേണമെങ്കിൽ ഫാൻ വയ്ക്കാവുന്നതാണ്. ഇവിടെ ഒരു SMBsൻ്റെ മെഷൊക്കെ ഉണ്ട്, പൊടി ഇറക്കാനുള്ള മെഷൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 120mm ഒരു ലൈറ്റ് ഇല്ലാത്ത ഒരു ബേസിക് ഫാൻ വന്നിട്ടുണ്ട്. പിന്നെ IO ഷീൽഡും പിന്നെ ഗ്രാഫിക്സ് ബോർഡാണ്. അപ്പോൾ അധികം വേറെ ഇതൊന്നുമില്ല. ഇത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ക്യാബിനറ്റാണ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇവിടുത്തെ സ്മാർട്ട് ടെക്കിലെ പ്രൈസ് എന്ന് പറയുമ്പോൾ 2800 അതുപോലെ തന്നെ നമുക്ക് ആമസോണിൽ വഴി പർച്ചേസ് ചെയ്യണമെങ്കിൽ ആമസോണിൽ ഇത് 3200 രൂപയ്ക്കാണ് കിട്ടുന്നത്. സ്മാർട്ട് ടെക്കിൽ വന്നു കഴിഞ്ഞാൽ വില കുറച്ച് കിട്ടുന്നതാണ്. സ്മാർട്ട് ടെക്കിൽ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഷെഫിക്കയുടെ കടയിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ GX 202ൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് കണ്ട ഗൈസ് ഈ ഫ്രണ്ട് പാനലിൽ ചേർന്നിരിക്കുന്ന ഇതിൻ്റെ പവർ ബട്ടണും റീസ്റ്റാർട്ട് ബട്ടണാണ്. അതുപോലെ തന്നെ ഇവിടെ 2 USB 3.0 ഹെഡർ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടിൽ ഹെഡ്സെറ്റിൻ്റെയും മൈക്രോഫോണിൻ്റെയും 2 ഇൻപുട്ടും വന്നിട്ടുണ്ട്. വേറെ കാര്യമായിട്ട് വേറെ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. 2 ക്യാബിനറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു 2 ഗെയിമിംഗ് ക്യാബിനറ്റാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ക്യാബിനറ്റ്സ് ആണ്. അപ്പോൾ ഈ 2 ക്യാബിനറ്റും നമുക്ക് ഈ കടയിൽ അവൈലബിൾ ആണ്. നമുക്ക് ചേട്ടനെ വിളിച്ചാൽ മതി. ചേട്ടൻ ക്യാബിനറ്റിൻ്റെ പ്രൈസ് ടാഗ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വില ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി വാങ്ങാമേ ഉള്ളൂ. ആമസോൺ പ്രൈസ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആമസോണിൽ ഇതിൽ കൂടുതലാണ്. ആമസോണിൽ വേണ്ടി ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഈ കടയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 3 ഗെയിമിംഗ് ക്യാബിനറ്റാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്, അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫോക്സിൻ്റെ 3 ഗെയിമിംഗ് ക്യാബിനറ്റ് മറക്കാതെ എല്ലാവരും മസ്റ്റ് വാച്ച് ചെയ്യുക. ഇത്രയും പറഞ്ഞിട്ട് രാഹുൽ ആൻഡ് ഗോകുൽ സൈനിങ് ഓഫ്.